ഹലോ ഗേയ്സ്, അപ്പോൾ ഇന്നതേ ചൂടൻ ചായ കുടിച്ച് ഞങ്ങൾ പണി തുടങ്ങി. രാവിലത്തെ വിശേഷങ്ങളാണ്. അപ്പോൾ മൊയ്തീൻ പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ പണികളൊക്കെ ഞങ്ങൾ വേഗം കഴിക്കും. അപ്പോൾ ഞാൻ ഭൂരി ഉണ്ടാക്കുമ്പോഴേക്കും നമ്മുടെ മാളുകുട്ടി വേഗം മസാലക്കറിയും നമ്മുടെ മീൻകറിയൊക്കെ വെക്കാൻ ഏറ്റെടുത്തു. ഞാൻ മത്തങ്ങൽശ്ശേരിയാണ് വെച്ചത്. അപ്പോൾ അതേ ഭൂരി പരത്തി നമ്മൾ മൂടി വെച്ചു. അത് കഴിഞ്ഞ് കഴിക്കണ നേരത്ത് ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മോൻ ഇപ്പോൾ കുളി കഴിഞ്ഞ് വരും. അപ്പോഴേക്കും ഞാൻ ചുടാൻ തുടങ്ങി ഭൂരി. അപ്പോൾ അബൂപ്പ ടേബിളിൽ വന്നിരിക്കുന്നതാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ ഇന്ന് രാവിലെ വാലപ്പഞ്ചേട്ടൻ മാത്രം വന്നിട്ടുണ്ടായിരുന്നുള്ളൂ, പൂച്ച. ബാക്കി ആരും വന്നിരുന്നില്ല. ഇതിപ്പോൾ ഭൂരി ചുട്ട് നമ്മുടെ കഴിഞ്ഞു. അപ്പോൾ ചൂട് ചായയും നമ്മുടെ കറിയും ഞാൻ വെള്ളം പോലെയാണ് കുറച്ച് വെച്ചത് കേട്ടോ. അപ്പോൾ ഭൂരിയിൽ ഒഴിച്ച് കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ അബൂന് അച്ചാറില്ലാത്തൊരു സംഭവമില്ല. പിന്നെ നമ്മുടെ ദാദിമ്മയുടെ ഏറ്റവും ഇഷ്ടമുള്ള പലഹാരമാണ് ഇപ്പോൾ നമ്മുടെ ഭൂരി മസാല. ഒരു ഭൂരിയൊക്കെ തരാനേ പറ്റുള്ളൂ, ഇനി തരാൻ പറ്റില്ല. അത് ഭൂരി കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദാദിമ്മ നല്ലൊരു ഉറങ്ങി. അപ്പോഴേക്കും നമ്മുടെ മണിക്കുട്ടനെ കാണാനായിട്ട് നമ്മുടെ നന്നിമ്മ വന്നിട്ടുണ്ടായിരുന്നു. സോറമ്മയും മണിക്കുട്ടനും വർത്താനൊക്കെ പറഞ്ഞിരിക്കുമ്പോഴേക്കും സബിതക്കുട്ടി എത്തി. പിന്നെ മാളുതേ മീൻകറി നാടൻ സ്റ്റൈലുള്ള വെപ്പാണ്. തേങ്ങയിലെ എല്ലാ മസാലയും ഇട്ട് അരച്ച് അങ്ങനെ വെക്കുന്നതാണ്. മൊയ്തീൻ്റെ കുളി കഴിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ മീൻകറിയും വെച്ച് കഴിഞ്ഞു. മീൻ വറുക്കാൻ കുറച്ചും കൂടി മസാല ഇടണം. അപ്പോൾ രാവിലത്തെ വിശേഷം ഇത്രയുള്ള. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ടാറ്റ, ബൈ ബൈ, ഓക്കെ, സി യു.